ദ ഹിന്ദു അഭിമുഖത്തിനിടെയാണ് PR ഏജൻസിയായ കെയ്സന്റെ CEO വന്നത് എന്ന മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാദം തെറ്റ്. ദ ഹിന്ദു പത്രത്തിൻ്റെ ലേഖിക മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനായി കേരള ഹൗസിലെത്തിയത് 8:55-നാണ്. മാധ്യമപ്രവർത്തകർ എത്തുമ്പോൾ PR ഏജൻസി പ്രതിനിധികൾ മുഖ്യമന്ത്രി താമസിക്കുന്ന കേരള ഹൗസിൽ ഉണ്ടായിരുന്നു. അഭിമുഖത്തിനായി മുഖ്യമന്ത്രി മുറിയിലേക്ക് കയറിയത് ഒരുമിച്ചെന്നും വിവരം. നിതിൻ അംബുജൻ കേരള ഹൗസിൽ നിന്നും തത്സമയം ചേരുകയാണ്. നിതിൻ, പറയൂ. അംബുജൻ അല്പം നിമിഷങ്ങൾക്കകം ഡൽഹിയിൽ നിന്ന് ചേരും. ഡൽഹിയിലെ കേരള ഹൗസിലാണ് നിതിൻ അംബുജൻ ഇപ്പോഴുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിതിൻ അംബുജന് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ പറയൂ നിതിൻ അംബുജൻ. എനിക്ക് തോന്നുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ ഈ അഭിമുഖം റെക്കോർഡ് ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് ഈ PR ഏജൻസിയുടെ രണ്ടാളുകൾ നേരത്തെ തന്നെ എത്തിയിരുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. നിതിൻ അംബുജൻ, താങ്കൾക്ക് പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിന് മുന്നിലാണ്. കേരള ഹൗസിൽ മുഖ്യമന്ത്രിയും ഗവർണറും വന്നാൽ താമസിക്കുന്നത് എനിക്ക് പിന്നിലുള്ള ഈ കൊച്ചിൻ ഹൗസിലാണ്. കൊച്ചിൻ ഹൗസിലേക്ക് മുഖ്യമന്ത്രി എന്തായാലും ഇവിടെ എത്തുമ്പോൾ കനത്ത സുരക്ഷയാണ് പൊതുവെ ഒരുക്കാറ്. കേരള ഹൗസിൽ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി ഇല്ലാത്തപ്പോൾ തന്നെ സുരക്ഷ ഉണ്ടാകാറുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വന്നാൽ കേരള ഹൗസിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ മറ്റ് വാഹനങ്ങളോ അല്ലെങ്കിൽ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ട് മാത്രമേ എന്തായാലും ഈ കേരള ഹൗസിലേക്ക് ഉള്ളിലേക്ക് ആളുകളെ പ്രവേശനമുള്ളൂ. ഈ കൊച്ചിൻ ഹൗസിന് മുൻപിൽ തന്നെ ഏതാണ്ട് 2 ഘട്ട പരിശോധന ഉണ്ടാകും. അതിനുശേഷം കൊച്ചിൻ ഹൗസിനെ, അതായത് മുഖ്യമന്ത്രി കഴിയുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന ഈ ഒരു ഭാഗത്താണ്. വേമ്പനാട് സ്വീറ്റ് എന്നാണ് ഈ ഒരു മുഖ്യമന്ത്രി കഴിയുന്ന സ്ഥലത്തെ പറയാം. അവിടെ വീണ്ടും ഒരു സുരക്ഷ ഉണ്ടാവും. അങ്ങനെ ഒരു 3 ഘട്ട സുരക്ഷ കഴിഞ്ഞ ശേഷം മാത്രമേ മുഖ്യമന്ത്രി താമസിക്കുന്ന മുറിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ വിവാദ അഭിമുഖം നടക്കുന്നത് സെപ്റ്റംബർ 30 രാവിലെ 9 മണിക്കാണ്. ഹിന്ദു പത്രത്തിൽ ലേഖിക 8:55 തന്നെ കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ 3 പേരും, അതായത് സുബ്രഹ്മണ്യനും അതോടൊപ്പം തന്നെ ഈ കേസൻ PR ഏജൻസിയുടെ CEO 3 പേരും ഒരുമിച്ചാണ് മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പോകുന്നതെന്ന സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് കേരള ഹൗസിലുണ്ടായ ആളുകളുമായി സംസാരിച്ചപ്പോൾ അത്തരം സ്ഥിരീകരണം തന്നെയാണ് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അഭിമുഖത്തിനിടയിലാണ് മൂന്നാമതൊരാൾ കടന്നു വന്നതെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. സ്വാഭാവികമായിട്ടും അത് വിശ്വസനീയമായ ഒരു കാര്യമായി തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അഭിമുഖത്തിന് 3 പേരും ഒരുമിച്ച് തന്നെയാണ് ഈ മുറിയിലേക്ക് കടന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. അത്തരം ചില വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനിടെ അങ്ങനെ ഒരാൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്തായാലും കേരള ഹൗസിലില്ല. കാരണം ഒരു ത്രിതല സുരക്ഷ അത് കഴിഞ്ഞ് വേണം മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പോകുവാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ ഏറെക്കുറെ ഒരു വിശ്വസനീയമായ കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി എല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വരും. കൂടാതെ ഈ കേസൻ എന്ന PR ഏജൻസിയും ഇതിലൊരു വ്യക്തത വരുത്തേണ്ടി വരും. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ കൊച്ചിൻ ഹൗസിലെ ഈ സുരക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി വന്നാൽ ഇവിടെ പൊതുവെ കൂടുതൽ സുരക്ഷ, പ്രത്യേകിച്ചും ഡൽഹി പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ കേരള ഹൗസിൻ്റെയും സെക്യൂരിറ്റിയുടെ സുരക്ഷ ഉണ്ടാകും. ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് നമുക്ക് ഒരാൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ അഭിമുഖത്തിലൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മുൻപായി തന്നെ മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു കൊച്ചിൻ ഹൗസിൽ വെച്ചാണ് ഈ വിവാദ അഭിമുഖം നടന്നത്. നേരത്തെ ദൃശ്യത്തിൽ കണ്ട ആ ഭാഗത്ത് മുഖ്യമന്ത്രി കഴിയുന്ന വേമ്പനാട് ഒരു സ്വീറ്റിൽ വെച്ചാണ് ഈ മുഖ്യമന്ത്രി വന്നാൽ താമസിക്കുന്നത്. അവിടെ വെച്ചാണ് ഈ അരമണിക്കൂർ നീണ്ട അഭിമുഖം നടന്നത്. ആ വിവാദ അഭിമുഖത്തെ കുറിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മൂന്നാമതൊരാൾ അഭിമുഖത്തിനിടയിൽ കടന്നു വന്നുവെന്ന ഇന്ന് മുഖ്യമന്ത്രിയുടെ വാദം അത് ഏറെക്കുറെ തെറ്റാണെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിവരം. SKN നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിലാണ് ഈ അഭിമുഖം നടന്നത്. EK ജോണി പറഞ്ഞു, രാവിലെ മുതൽ രാത്രി പാതിര വരെ മുഖ്യമന്ത്രിയെ താറടിക്കുക, അതാണ് ചില മാധ്യമങ്ങളുടെ ജോലി എന്ന് പറയുന്നു. ചന്ദ്രൻ ചിറയിൽ പറയുന്നു, SKN ഇപ്പോൾ കൊടുത്ത ഈ വാർത്ത 24-ന് തിരുത്തേണ്ടി വരും, കുറിച്ചു വെച്ചോ, മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്നാണ് ചന്ദ്രൻ ചിറയിലിൻ്റെ വാദം. അതായത് നമുക്ക് നോക്കാം.